ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഓൾ ദ ബെസ്റ്റ് മീഡിയ എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോഴിക്കോട് ജില്ലയിലെ 13 നിയോജക മണ്ഡലങ്ങളെക്കുറിച്ചാണ്. കോഴിക്കോട് ജില്ലയിലെ 13 നിയോജക മണ്ഡലങ്ങളിൽ ഒന്നാമത്തെ നിയോജക മണ്ഡലമായ വടകര നിയോജക മണ്ഡലത്തെക്കുറിച്ചാണ് പറയുന്നത്. വടകര നിയോജക മണ്ഡലത്തിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് MK ഭാസ്കരനാണ്. UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് KK രമ. K ദിലീപാണ് BJPയുടെ സ്ഥാനാർത്ഥി. വടകര നിയോജക മണ്ഡലത്തിൽ അവിടെ 800 to 1200 വോട്ടിൻ്റെ ലീഡോടുകൂടി KK രമ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. വടകര കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലെ രണ്ടാമത്തെ നിയോജക മണ്ഡലമായ കുറ്റിയാടി നിയോജക മണ്ഡലത്തെക്കുറിച്ച് നോക്കാം. കുറ്റിയാടി നിയോജക മണ്ഡലത്തിൽ KP കുഞ്ഞമ്മദ് കുട്ടിയാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. പാറക്കൽ അബ്ദുള്ളയാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി. BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് രാധാസ് മണലൂരിയാണ്. രാധാസ് മണലേരി BJPയുടെ സ്ഥാനാർത്ഥിയും. അവിടെ പാറക്കൽ അബ്ദുള്ള UDFിൻ്റെ സ്ഥാനാർത്ഥി ഏകദേശം 3000 to 6000 വോട്ടിൻ്റെ ലീഡോടുകൂടി വിജയിക്കും എന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് കോഴിക്കോട് ജില്ലയിലെ മൂന്നാമത്തെ നിയോജക മണ്ഡലമായ നാദാപുരം നിയോജക മണ്ഡലത്തെക്കുറിച്ച് നോക്കാം. നാദാപുരം നിയോജക മണ്ഡലത്തിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് P വസന്തവും UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് KM അഭിജിത്തുമാണ് മത്സരിക്കുന്നത്. CP വിപിൻ ചന്ദ്രനാണ് അവിടെ BJPയുടെ സ്ഥാനാർത്ഥി. KM അഭിജിത്ത് അവിടെ ഏകദേശം 2500 to 2500നും 5000നും ഇടയിൽ വോട്ടുകളുടെ ലീഡോടുകൂടി വിജയിക്കും എന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്ത മണ്ഡലം കൊയിലാണ്ടി മണ്ഡലമാണ്. കോഴിക്കോട് ജില്ലയിലെ നാലാമത്തെ നിയോജക മണ്ഡലമായ കൊയിലാണ്ടി നിയോജക മണ്ഡലം. കൊയിലാണ്ടി നിയോജക മണ്ഡലത്തിൽ K ദാസനാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. പ്രവീൺ കുമാറാണ് അവിടെ UDFിൻ്റെ സ്ഥാനാർത്ഥി. CR പ്രബുൽ കൃഷ്ണയാണ് അവിടെ BJPയുടെ സ്ഥാനാർത്ഥി. CR പ്രബുൽ കൃഷ്ണ BJPയുടെ സ്ഥാനാർത്ഥിയുമായി മത്സരിക്കുന്നു. അവിടെ 5000 to 7000 വോട്ടിൻ്റെ ലീഡോടുകൂടി K ദാസൻ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് നമുക്ക് പേരാമ്പ്ര മണ്ഡലത്തെക്കുറിച്ച് നോക്കാം. പേരാമ്പ്ര മണ്ഡലത്തിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് TP രാമകൃഷ്ണനാണ്. ഫാത്തിമ തഹലിയ UDFിൻ്റെ സ്ഥാനാർത്ഥിയും M മോഹൻ മാസ്റ്റർ BJPയുടെ സ്ഥാനാർത്ഥിയുമായി മത്സരിക്കുന്നു. ഏകദേശം 3000 to 5000 വോട്ടിൻ്റെ ലീഡോടുകൂടി TP രാമകൃഷ്ണൻ അവിടെ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. കോഴിക്കോട് ജില്ലയിലെ ആറാമത്തെ നിയോജക മണ്ഡലമായ ബാലുശ്ശേരി നിയോജക മണ്ഡലം. ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് KM സച്ചിൻ ദേവാണ്. KM സച്ചിൻ ദേവ് LDFിൻ്റെ സ്ഥാനാർത്ഥിയും VT സൂരജ് UDFിൻ്റെ സ്ഥാനാർത്ഥിയും CP സതീശൻ BJPയുടെ സ്ഥാനാർത്ഥിയുമായി മത്സരിക്കുന്നു. ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിൽ ഏകദേശം 8000 to 10000 വോട്ടിൻ്റെ ലീഡോടുകൂടി KM സച്ചിൻ ദേവ് വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് കോഴിക്കോട് ജില്ലയിലെ ഏഴാമത്തെ നിയോജക മണ്ഡലമായ എലത്തൂർ നിയോജക മണ്ഡലത്തെക്കുറിച്ച് നോക്കാം. എലത്തൂർ നിയോജക മണ്ഡലത്തിൽ AK ശശീന്ദ്രനാണ് മത്സരിക്കുന്നത്. LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് AK ശശീന്ദ്രനും വിദ്യ ബാലകൃഷ്ണൻ UDFിൻ്റെ സ്ഥാനാർത്ഥിയും T ദേവദാസ് BJPയുടെ സ്ഥാനാർത്ഥിയുമാണ് മത്സരിക്കുന്നത്. അവിടെ ഏകദേശം
12,000 to 16,000, 12,000-നും 16,000-നും വോട്ടിൻ്റെ ലീഡോടുകൂടി AK ശശീന്ദ്രൻ തന്നെ അവിടെ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. കോഴിക്കോട് ജില്ലയിലെ 8ാമത്തെ നിയോജക മണ്ഡലമായ കോഴിക്കോട് നോർത്ത് നിയോജക മണ്ഡലത്തെക്കുറിച്ച് നോക്കാം. കോഴിക്കോട് നോർത്ത് നിയോജക മണ്ഡലത്തിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് തോട്ടത്തിൽ രവീന്ദ്രനും UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് K ജയന്തും നവ്യ ഹരിദാസ് BJPയുടെ സ്ഥാനാർത്ഥിയുമായി മത്സരിക്കുന്നു. ഏകദേശം അവിടെ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ 5,000 to 8,000 വോട്ടിൻ്റെ ലീഡോടുകൂടി തോട്ടത്തിൽ രവീന്ദ്രൻ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് 9ാമത്തെ നിയോജക മണ്ഡലം, കോഴിക്കോട് ജില്ലയിലെ 9ാമത്തെ നിയോജക മണ്ഡലമായ കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തെക്കുറിച്ച് നോക്കാം. കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിൽ INLൻ്റെ അതായത് LDFിൻ്റെ INLനാണ് LDF അവിടെ സീറ്റ് കൊടുത്തിരിക്കുന്നത്. അഹമ്മദ് ദേവർകോവിലാണ് അവിടെ മത്സരിക്കുന്നത്. അഹമ്മദ് ദേവർകോവിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയും ഫൈസൽ ബാബു UDFിൻ്റെ സ്ഥാനാർത്ഥിയും T റനീസ് BJPയുടെ സ്ഥാനാർത്ഥിയുമായി മത്സരിക്കുന്നു. അവിടെ ഏകദേശം 1,500 മുതൽ 3,000 വോട്ടിൻ്റെ ലീഡോടുകൂടി ഫൈസൽ ബാബു അവിടെ വിജയിക്കും എന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് കോഴിക്കോട് ജില്ലയിലെ 10ാമത്തെ നിയോജക മണ്ഡലമായ ബേപ്പൂർ നിയോജക മണ്ഡലത്തെക്കുറിച്ച് നോക്കാം. ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ മുഹമ്മദ് റിയാസ് ആണ് LDFിൻ്റെ സ്ഥാനാർത്ഥി, PV അൻവർ ആണ് UDFിൻ്റെ സ്ഥാനാർത്ഥി, KP പ്രകാശ് ബാബു ആണ് BJPയുടെ സ്ഥാനാർത്ഥി. ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ ഏകദേശം 12,000 to 16,000 വോട്ടിൻ്റെ ലീഡോടുകൂടി മുഹമ്മദ് റിയാസ് വിജയിക്കും. LDFിൻ്റെ സ്ഥാനാർത്ഥി മുഹമ്മദ് റിയാസ് വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് കോഴിക്കോട് ജില്ലയിലെ 11ാമത്തെ നിയോജക മണ്ഡലമായ കുന്നമംഗലം മണ്ഡലമാണ്. കുന്നമംഗലം മണ്ഡലത്തിൽ PTA റഹീമാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി, MA റസാഖ് മാസ്റ്ററാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി, VK സജീവനാണ് BJPയുടെ സ്ഥാനാർത്ഥി. അവിടെ ഏകദേശം 3,000 to 5,000 വോട്ടിൻ്റെ ലീഡോടുകൂടി PTA റഹീം വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. കോഴിക്കോട് ജില്ലയിലെ 12ാമത്തെ നിയോജക മണ്ഡലമായ കൊടുവള്ളി നിയോജക മണ്ഡലത്തെക്കുറിച്ച് നോക്കാം. കൊടുവള്ളി നിയോജക മണ്ഡലത്തിൽ സലീം മടവൂരാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി, PK ഫിറോസ് ആണ് UDFിൻ്റെ ലീഗിൻ്റെ സ്ഥാനാർത്ഥി, ഗിരി പമ്പാനൻ ആണ് BJPയുടെ സ്ഥാനാർത്ഥി. അവിടെ ഏകദേശം 5,000 to 8,000 വോട്ടിൻ്റെ ലീഡോടുകൂടി UDFിൻ്റെ സ്ഥാനാർത്ഥിയായ PK ഫിറോസ് വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് കോഴിക്കോട് ജില്ലയിലെ അവസാന നിയോജക മണ്ഡലമായ തിരുവമ്പാടി മണ്ഡലത്തെക്കുറിച്ച് നോക്കാം. അതായത് 13ാമത്തെ മണ്ഡലമായ തിരുവമ്പാടി നിയോജക മണ്ഡലം. LDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ലിജു ജോസഫാണ്, CK കാസിമാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി, സണ്ണി തോമസ് ആണ് BJPയുടെ സ്ഥാനാർത്ഥി. അവിടെ ഏകദേശം 3,000 to 6,000 വോട്ടിൻ്റെ ലീഡോടുകൂടി ലിൻഡോ ജോസഫ് അവിടെ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. ലിൻഡോ ജോസഫ് LDFിൻ്റെ സ്ഥാനാർത്ഥി 3,000-നും 5,000-നും വോട്ടിൻ്റെ ഇടയിൽ ലീഡോടുകൂടി വിജയിക്കുമെന്ന് നമ്മുടെ സർവേ ഫലം പറയുന്നു, എക്സിറ്റ് പോൾ ഫലം പറയുന്നു. അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ 13 നിയോജക മണ്ഡലങ്ങളിലുള്ള 8 നിയോജക മണ്ഡലങ്ങൾ LDFിനും 5 നിയോജക മണ്ഡലങ്ങൾ UDFിനുമാണ് ലഭിക്കുക എന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്.
ഇപ്പോൾ മൊത്തം ആകെയുള്ള സീറ്റ് നിലകൾ നോക്കാം. 31 നിയോജക മണ്ഡലങ്ങളാണ് LDFന് ഉണ്ടായിരുന്നത്. കോഴിക്കോട് കൂടെ കൂട്ടുമ്പോൾ 39 സീറ്റിൽ LDFും 8 സീറ്റ് 31 സീറ്റാണ് ഉണ്ടായിരുന്നത്. 8 സീറ്റ് കൂട്ടുമ്പോൾ 39 സീറ്റും. ഇവിടെ 5 സീറ്റാണ് കോഴിക്കോട് ജില്ലയിൽ UDFന് കിട്ടുന്നത്. 34 സീറ്റിൽ 5 സീറ്റും കൂടെ കൂട്ടുമ്പോൾ 39 സീറ്റ്. അപ്പോൾ 39 സീറ്റ് LDFനും 39 സീറ്റ് UDFനും BJPക്ക് 0 സീറ്റും ലഭിക്കുന്നു. അപ്പോൾ നമ്മൾ നോക്കിയ മണ്ഡലങ്ങളിൽ ഇപ്പോൾ ആർക്കും ഭൂരിപക്ഷമില്ലാതെ തുല്യമായിട്ടാണ് നിൽക്കുന്നത്. 39. അടുത്ത നിയോജക മണ്ഡലം നമുക്ക് ആലപ്പുഴ മണ്ഡലത്തിലേക്കാണ് നോക്കുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ആലപ്പുഴ മണ്ഡലം എങ്ങനെ ചിന്തിക്കുന്നുവെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അതുവരേക്കും ബൈ. അടുത്ത വീഡിയോയിൽ ആലപ്പുഴ മണ്ഡലത്തെക്കുറിച്ച് നമുക്ക് എങ്ങനെ വരുന്നതെന്ന് നോക്കാം.